ഗുഡ് മോർണിംഗ് അമ്മേ. നേരത്തെ എഴുന്നേറ്റോ? യാത്ര കഴിഞ്ഞു വന്നതല്ലേ, കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റാ പോരായിരുന്നോ? ഓ, എനിക്ക് അങ്ങനെ വലിയ ക്ഷീണമൊന്നുമില്ല അമ്മ. ഞാൻ പലപ്പോഴും ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താ? പൂജാമുറിയില് എന്നും രാവിലെ അമ്മ വിളക്ക് കൊളുത്താറുണ്ട്, അതൊക്കെ. പക്ഷെ അടുക്കളയിൽ എന്തിനാ ഈ ചന്ദനത്തിരി കൊളുത്തി വെക്കുന്നത്? ഞാൻ വേറൊരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പൂജാമുറി വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ് അടുക്കള. പൂജാമുറിയില് നമ്മൾ വിളക്ക് വെക്കുന്നത് 2 നേരം. എന്നാൽ അടുക്കളയിലോ? പണ്ട് കുക്കിംഗ് ഗ്യാസൊക്കെ വരുന്നതിന് മുമ്പേ അമ്മമാര് പുലർച്ചയ്ക്ക് അടുപ്പില് തീ കൂട്ടിയാ സന്ധ്യ ആവുന്നതുവരയ്ക്കും അതങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. അടുക്കളയിൽ വേവുന്ന ഭക്ഷണമാണ് ഒരു വീട്ടിലെ ആളുകളെ ആരോഗ്യവാന്മാരാക്കുന്നത്. പൂജാമുറി തലച്ചോറാണെങ്കിലേ അടുക്കള വീടിന്റെ ഹൃദയമാ. തലച്ചോറ് പ്രവർത്തിക്കണമെങ്കിലും ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കണ്ടേ? ഇനി പറ, അടുക്കളയിൽ ഒരു സാമ്പ്രാണിത്തിരി കത്തിച്ചു വെക്കണ്ടേ? വേണോ? വേണോ അമ്മേ. ഇതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. നമിച്ചു. മോള് ചെന്ന് ഫ്രഷ് ആവും, ഞാൻ ചായ എടുക്കാം. ആണോ? പിന്നെ വിളിക്കാവേ. നിഖിലേ, നിഖിലേ, ഇന്ന് പ്രഭാത സവാരിയൊക്കെ നേരത്തെ കഴിഞ്ഞോ? കഴിഞ്ഞു. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഇന്നലെ വിളിച്ചെടുത്ത് ചോദിച്ചോ? നിഖിലേ, ഒന്നിങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. എന്താ? ഞാൻ പറയുന്നതേ, ഇതൊന്നും വെച്ച് താമസിപ്പിക്കരുതെന്ന്. കൈയോടെ പിടികൂടണം. ഒരു നിമിഷം മതി മനസ്സ് ചഞ്ചലപ്പെടാൻ വേണ്ടി. ഒരു ഇലയുടെ മറവ് മതി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാൻ. ഹലോ, വിമലയല്ലേ? യെസ്, വിമലയാണ്. മീരച്ചിയുടെ അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന? അതെ അതെ. ആരാ? അത് പറയാം. മീരച്ചിയുടെ ഫ്ലാറ്റിൽ നിന്ന് വലിയ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടു എന്നറിഞ്ഞു. ആണോ? അവരുടെ മോനും മരുമോളും കൂടി ഭയങ്കര വഴക്കായിരുന്നു അത്ര. അയ്യോ, ഇതുള്ളതാണോ? ആ നില എവിടെയോ ബിസിനസ് ടൂർ പോയിരുന്നില്ലേ? ബിസിനസ് ടൂർ അല്ല, ബിസിനസ് ടൂർ എന്ന പേരിൽ കറങ്ങാൻ പോയിന്ന് പറ. ഇത് തന്നെയായിരുന്നു വഴക്കിന് കാരണം. നിഖിൽ അന്വേഷിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തൊന്നും അവള് ചെന്നിട്ടില്ല. കണ്ടോ കണ്ടോ? റൂം എടുത്തു എന്ന് പറഞ്ഞ ഹോട്ടലിലെ അവള് താമസിച്ചിട്ടുമില്ല. എന്റെ ദേവി, ഇതൊക്കെ ശരിയാണോ കേൾക്കുന്നത്? പോരാഞ്ഞിട്ട് യാത്ര കഴിഞ്ഞ് വന്നതി പിന്നെ അവളുടെ ഫോണിന് വിശ്രമമേ ഇല്ല. വിളിയോടെ വിളി. എല്ലാ ആണുങ്ങളാ. അതിനെ ചൊല്ലി ഭാര്യയും ഭർത്താവും കൂടി മുട്ട മഴക്ക് നടന്നു. എനിക്ക് വയ്യ. അടി വരെ നടന്നു എന്നാ ഞാൻ കേട്ടത്. അടിച്ചോ? നിഖില് നിളയെ അടിച്ചോ അതോ അവള് നിഖിലിനെ അടിച്ചോന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി. അവൾക്ക് 2 എണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു. ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും വിമല അതറിഞ്ഞില്ലേ? ഇല്ലെന്നേ. അതല്ലയോ അത്ഭുതം. വഴക്കിനിടയിലെ വിമലയുടെ പേരും പറഞ്ഞു അത്രേ. ആര്? നിഖിലായിരിക്കും. ഈ വിവരങ്ങളെല്ലാം അയാൾക്ക് ചോർത്തി കൊടുത്തത് വിമലയാണ് പോലും. ഞാൻ പറഞ്ഞുന്നോ? ആണെങ്കില് നിളക്കിനി വിമലയോട് പിണക്കമായിരിക്കുമല്ലോ. അവള് പിണങ്ങിയല്ലേ എനിക്കെന്താ? എന്റെ അടുത്തേ എന്തെങ്കിലും ചോദിച്ചോണ്ട് വന്ന വിവരം അറിയവള്. അതെ, ചോദിക്കാൻ മറന്നു. വിളിച്ചതാരെന്ന് പറഞ്ഞില്ല. ഞാനേ നിളയാ. നിള, നൈസ് നെയിം. ഏത് ഫ്ലാറ്റിൽ? ഹലോ, ആരാന്നാ പറഞ്ഞേ? നിള. എനിക്ക് സംശയം ഉണ്ടായിരുന്നു നീയാണ് ഈ ഏഷണിക്ക് പിന്നിലെന്ന്. നിള, എനിക്കറിയായിരുന്നു നീ ആയിരിക്കുമെന്ന്. നീ മിണ്ടരുത്. ഇതൊരു തരം മാനസിക രോഗമാണ്. ഈ രോഗം മാറാൻ ഒറ്റ വഴിയുള്ളൂ. അമേരിക്കയിലുള്ള നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് നീ പോണം, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരണം. ഇന്നലെ എന്റെ ഉദയേട്ട സത്യമായിട്ടും നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാ. നീ ഇനി കൂടുതൽ വർണ്ണിക്കണ്ട. ഇനി ഈ റൂട്ടിൽ മുന്നോട്ട് പോയാൽ നീ വിവരം അറിയും. നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. പിന്നെ ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം. അതെനിക്ക് നിർബന്ധമാ. എന്നാ വയ്ക്കട്ടെ മാമി, പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. സംസാരിച്ച് ക്ഷീണിച്ചു കാണും. ഇത് കുടിക്ക് വിമലേ. നാരങ്ങ വെള്ളമാ.
അതെ, ജിഞ്ചറൊക്കെ ചേർത്തല്ലോ അല്ലേ? ജിഞ്ചർ കാണും. ഇനി അധികം വേണമെന്നുണ്ടെങ്കിലേ ഒരു ഇഞ്ചി കഷ്ണം വേറെ കയ്യിൽ തരാം. അത് കടിച്ചോണ്ട് നാരങ്ങ വെള്ളം കുടിക്കാം. നല്ല കോമ്പിനേഷനാ. അതെ, എന്റെ മാമന്റെ ഭാര്യയെ വിളിച്ചേ. മാമിക്ക് ഞാനെന്ന് വെച്ച ജീവന. എന്തെങ്കിലും പ്രധാന കാര്യം വന്നാ എന്നോട് ചോദിച്ചിട്ടേ തീരുമാനം എടുക്കൂ. ഈ ഫ്ലാറ്റിലുള്ള എല്ലാവരെയും ഞാൻ പറഞ്ഞ മാമിക്ക് അറിയാം. വിമല ഇത്രയും നേരം ശരിക്കും ആരോടാ സംസാരിച്ച്? എന്റെ മൃദുല മാമിയോട്. ഈ മാമി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയ ആളാണോ? അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? മാമി നല്ല ഒരു പോലെ ജീവിച്ചിരിപ്പുണ്ട്. അതെ, ഈ ഡിസ്കണക്ട് ചെയ്ത ഫോണിൽ സംസാരിച്ചാലേ സാധാരണ അപ്പുറത്തുള്ള ആൾക്ക് കേൾക്കാൻ പറ്റില്ല. ഇനി പരേതാത്മാവാണെങ്കിൽ ചിലപ്പോ കേൾക്കുമായിരിക്കും. അതുകൊണ്ട് ചോദിച്ചതാ. ഇതുണ്ടോ, വിമല സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഈ പ്ലഗ് ഊരി മാറ്റി. കുറേ നേരമായി. അതോടെ ഫോൺ കട്ടായി. അതൊന്നും അറിയാതെ വിമല പിന്നെയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോട്? അത് പിന്നെ ഞാൻ മാമി സങ്കല്പത്തിലെ മാമിയോട്. എന്റെ ഫോൺ ലക്ഷ്യം വെച്ചാണല്ലോ വന്നത്. അത് ഞാൻ തരില്ലെന്നായപ്പോ എന്നെ വിശ്വസിപ്പിക്കാനായി ലാൻഡ് ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഫോൺ വാങ്ങി എന്ത് ചെയ്യാനായിരുന്നു ഉദ്ദേശം? നീരേച്ചി ഞാനല്ലേ ചോദിച്ചത്? എന്തോന്നുള്ള ഇത്? ഞാനിവിടെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ? അല്ലാതെ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങള് ഇങ്ങനൊന്നും കാണിക്കലും ദോഷമാണ്. വീണടുത്ത് കിടന്ന് ഉരുളണ്ട. ഇത്തരം അഭ്യാസം കൊണ്ട് ഇനി ഇങ്ങോട്ട് വന്നേക്കരുത്. വന്നാലേ വിവരം അറിയും. കേട്ടല്ലോ? വരത്തില്ല. മാറ്റോ. എന്നാലും എന്റെ ഫോൺ ഇതെവിടെ പോയി? നീക്കിന് ഇടയ്ക്കൊക്കെ എടുക്കുന്നതാണല്ലോ. അവൻ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കാണും. എന്താടാ ഇത്? എന്താ ഇത്? അതല്ലേ നിന്നോട് ചോദിച്ചത്. ഇത് എങ്ങനെ ഇവിടെ വന്നു? ഇത് മദ്യക്കുപ്പിയല്ലേ? ഇത് നിന്റെ മുറിയിൽ എങ്ങനെ വന്നു എന്ന് എന്നോടാണോ ചോദിക്കുന്നത്? എനിക്കറിയില്ല അമ്മേ. നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഈ കുപ്പി എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയണം. നീ കുടിച്ചോ? പറ, നീ കുടിച്ചോ? അമ്മേ പറയടാ. ഇപ്പോഴാ ഓർത്തത്. മുത്തശ്ശന്റെ പരിപാടിയായിരിക്കും. ആരുമില്ലാത്ത സമയങ്ങളിൽ മുത്തശ്ശൻ രഹസ്യമായിട്ട് കോട്ട കഴിക്കുന്നുണ്ട്. ഒഴിഞ്ഞ ബോട്ടിൽ അബദ്ധത്തിൽ കൊണ്ട് ഇവിടെ വെച്ച് കാണും. അല്ലാതെ നിനക്കൊന്നും അറിഞ്ഞൂടെ? സത്യമായിട്ട് അറിയില്ല. ഞാൻ അങ്ങനെ വല്ലതും ചെയ്യോ? അമ്മ എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ. കഷ്ടാട്ടോ. മകന്റെ മുറിയിലും മദ്യത്തിന്റെ കുപ്പി കണ്ട ഒരമ്മ പിന്നെ ചോദിക്കണ്ടേ? പക്ഷേ മുത്തശ്ശനോട് അമ്മ ഇക്കാര്യം ചോദിക്കൊന്നും വേണ്ട. അതെന്താ? ദേഷ്യപ്പെടും, പിന്നെ വഴക്കാവും. തന്റെ വീട്ടിലെ തനിക്ക് കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം ഇല്ലേന്നാവും ചോദ്യം. പിന്നെ നമുക്ക് സൗകര്യം പോലെ ചോദിക്കാം. അത് മതിയമ്മേ. ശരി, നീ എന്റെ ഫോൺ എടുത്തോ? അമ്മയുടെ ഫോണ് അപ്പുറത്തുണ്ട്. ഞാൻ അവിടെ എടുത്തു വെച്ചത്. ആ ഫോണിലെ മുത്തശ്ശൻ ഒരു പ്രോഗ്രാം കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ മുത്തശ്ശന്റെ റൂമിലൂടെ ചെല്ലട്ടെ? മീര ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരെ ഇവിടെ ഇരുന്ന് അവൾക്ക് ജയ് വിളിക്കണ്ട. ലത പറഞ്ഞതിൽ കാര്യമുണ്ട് വിമലെ. കുക്കിങ്ങിന്റെ കാര്യത്തിലേ മീര ചില്ലറക്കാരിയല്ല. അങ്ങനെ അങ്ങോട്ട് തോപ്പിക്കാൻ പറ്റത്തില്ല. അതിനാ ഞാനിപ്പോ പാചകം പഠിക്കാൻ തീരുമാനിച്ചത്. പുസ്തകം നോക്കി പഠിക്കാനുള്ളതാണോ പാചകം? മീര എങ്ങും പോയി പഠിച്ചിട്ടല്ലോ രുചിയായിട്ട് ഓരോന്നുണ്ടാക്കുന്നത്. ഓ, പിന്നെയും തുടങ്ങിയല്ലോ.
അല്ല ലത അഭിപ്രായം പറയട്ടെ വിമലെ. ഇവിടെ അല്ലാതെ റോഡിൽ ഇറങ്ങി നിന്ന് ലതയ്ക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ? ഞാനേ പുസ്തകം നോക്കിയല്ല പാചകം പഠിക്കാൻ നോക്കുന്നത്, ഓൺലൈനില. ആ പുള്ളിക്കാരൻ ഇവിടെ വന്ന് പഠിപ്പിക്കോ? ആര്? ഓൺലൈൻ. എന്റെ ലതേ, കമ്പ്യൂട്ടറിലൂടെയും ഫോണിലൂടെയും ഓരോന്ന് കണ്ടു പഠിക്കുന്നതിനാ ഓൺലൈൻ എന്ന് പറയുന്നേ. ആ അതിന് ചെലവ് വരില്ലേ? ആ പിന്നില്ലാതെ. എന്നാലും വേണ്ടില്ല, എനിക്ക് ആ മീര ചേച്ചിയുടെ അഹങ്കാരം ഇല്ലാതാക്കണം. അതിന് മീരയ്ക്ക് അഹങ്കാരമില്ലല്ലോ. ദേ എന്നാലേ ഒരു കാര്യം ചെയ്യും, വേഗം ചെന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് മീര ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് പൊയ്ക്കോ. അതാവുമ്പോ അവർക്ക് സ്തുതിപാടി അവിടെ അങ്ങ് കൂടാലോ. ആ അങ്ങനെ വേണ്ടി വന്നാ ഞാൻ പോയെന്നിരിക്കും. ദേ എന്നിട്ട് വേണം വിമല അമ്മായിയമ്മ ഗെറ്റോട്ട് അടിച്ചെന്ന് ഈ ഫ്ലാറ്റിലുള്ള മുഴുവൻ പേരും പിടിച്ചു നടക്കാൻ. നിങ്ങൾ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു വളച്ചൊടിക്കുന്നത് ഒന്ന് നിർത്തുവോ? ആരുടെ കണ്ണ് കടിച്ചാലും ഞാൻ കുക്കിംഗ് പഠിച്ചിരിക്കും. പാചക കലയിൽ ഞാൻ നമ്പർ 1 ആകും. പിന്നെ ഈ വിമലെ പിടിച്ചാ കിട്ടില്ല. പൈനാപ്പിൾ കൊണ്ട് അലുവയാണെന്നും പറഞ്ഞ് അവിയൽ ഉണ്ടാക്കിയതല്ലേ? അതുപോലാണെങ്കിൽ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചോളൂ. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ, ഉള്ളം താനെ പാടുന്നെന്തേ, മെല്ലെ മെല്ലെ മൂളുന്നെന്തേ, മൃദുലമാ മധുരവും മധുകണം കരുതിയോ, ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും, മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ, മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ. കൊള്ളാലോ. ഇത്തരം പ്രോഗ്രാമുകളൊക്കെ രാജ് കിച്ചണിൽ നടത്താറുണ്ടോ? സ്റ്റാഫിനൊരു എൻജോയ്മെന്റ് അത്രേ ഉള്ളൂ. വർഷത്തിൽ ഒരേ ഒരു ദിവസം ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ലോക മാതൃദിനം, വനിതാ ദിനം, പരിസ്ഥിതി ദിനം, അന്ന് വലിയ പ്രസംഗമൊക്കെ നടത്തും. അമ്മമാർക്കും പരിസ്ഥിതിക്കും വനിതകൾക്കും പിറ്റേന്ന് മുതല് പിന്നെയും പഴയ അവഗണനയും ദുരനുഭവങ്ങളും തന്നെ. ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു മുഖവും മീരയ്ക്കുണ്ടോ? പിന്നെന്താ വിചാരിച്ചിരിക്കുന്നത്? വന്ന് നിഖിൽ ഏത് നേരവും ഫോണിലെ ഗെയിമിലാട്ടോ. ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? നോക്കി. ഡേ ഞാൻ ആ ഫോൺ എടുത്ത് ദൂരെ കളയും കേട്ടോ. നിനക്ക് എന്താ വേണ്ടതെന്നുള്ള? എനിക്ക് മാത്രമല്ല, നിന്റെ അമ്മയ്ക്ക് വേണ്ട ഒരു കാര്യത്തെ കുറിച്ചാ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പുതിയ വാഷിംഗ് മെഷീൻ അല്ലേ? ഞാൻ മുത്തശ്ശനോട് പറയാം. മിലിറ്ററി ക്യാമ്പിലാകുമ്പോ വില കുറച്ച് കിട്ടും. ഒരു വാഷിംഗ് മെഷീൻ. എന്റെ നിഖിലേ, അമ്മ ഇന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ച് ചോദിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലേ, മാങ്ങയും മസാല ദോശയൊക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടോന്ന്. നീ അതിനപ്പോഴേ മറുപടി പറഞ്ഞില്ലേ? ഞാൻ എന്ത് പറയാനാ അമ്മയോട്? കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ? നീ അത് പറ, നിനക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അയ്യോ, ഇങ്ങനൊരു സാധനം. ഇക്കണക്കിന് എനിക്ക് മാങ്ങ വേണോന്ന് പറഞ്ഞാൽ നീ ഏതെങ്കിലും മാവേ കയറാൻ പോവല്ലോ. എന്തിനാ മാവി കയറുന്നത്? വെജിറ്റബിൾ സ്റ്റോറിൽ കിട്ടുമല്ലോ. മസാല ദോശ അമ്മ വേണമെങ്കിൽ ഉണ്ടാക്കി തരും. തോറ്റു ഞാൻ. നീ ഇത്ര ശിശുവായി പോയല്ലോ. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ചില സമയത്ത് ചില പ്രത്യേക ഭക്ഷണം കഴിക്കണമെന്നൊരാഗ്രഹമൊക്കെ തോന്നും. അതിന് ഈ വ്യാക്കൂണെന്നൊക്കെ പറയും. അപ്പൊ അത് വാങ്ങി കഴിച്ചാ പോരടി. അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നീ വാ. എന്താ സർ? ഇവിടെ ആരുമില്ലേ? ഇത് ബ്രേക്ക് ടൈം ആണ്. എന്താ സർ കാര്യം? നിങ്ങളുടെ ഓണറിനെ വിളിച്ചേ, അയാളോട് ഞാൻ പറഞ്ഞോളാം. ഇയാളല്ലേ ഈ കേക്ക് എന്റെ കൈ കൊണ്ട് തന്നത്? അതെ സർ. ചീഫ് ഷെഫ് പാക്ക് ചെയ്ത് വെച്ചിരുന്നത് ഞാൻ എടുത്തോണ്ട് വന്നേ ഉള്ളൂ. ഏതവനാ ചീഫ് ഷെഫ്? ഷാൻ ചേട്ടനാണ്. ഷാനായാലും കോനായാലും കൊള്ളാം, വിളിച്ചോണ്ടോ അവനെ. സാർ, ഞാനാണ് ഷാൻ. എന്തു പറ്റി? മനസ്സിലാക്കി തരാൻ എന്ത് പറ്റിയെന്ന്. നിനക്കെന്റെ കുടുംബം തകർക്കണോ അല്ലടാ? സാർ സാറ് നിന്റെ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ ഉണ്ടല്ലോ
നിനക്കൊന്നും അറിയില്ലല്ലോ. എന്താ പ്രോബ്ലം? ഇങ്ങോട്ട് വരണം. എന്താ സാർ പ്രോബ്ലം? ഒരു രാജ് കിച്ചൺ. വലിയ ജാട കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഉത്തരവാദിത്വം വേണം. കസ്റ്റമേഴ്സിന്റെ കുടുംബം കൊളന്തോണ്ടനാണോ താൻ ഇതും തുറന്നുവച്ചോണ്ടിരിക്കുന്നത്? സാർ പ്ലീസ്, എന്താ പ്രശ്നം എന്ന് പറയൂ. ഞാൻ നിങ്ങൾക്ക് എന്തിനുള്ള ഓർഡറാ തന്നത്? ബർത്ത്ഡേ കേക്ക്. ആർക്ക്? സാറിന്റെ വൈഫിന്. ആണല്ലോ. ആ, എന്റെ വൈഫിന്. എന്നിട്ട് നിങ്ങൾ കാണിച്ചെന്താ? ഷാൻ നല്ല ഷെഫാണ്. ഷാൻ ഉണ്ടാക്കിയ കേക്ക് ഒരിക്കലും മോശമാവില്ല. ആ കാര്യത്തിൽ ഗ്യാരണ്ടി ഉണ്ട്. അതിനാരാ കേക്ക് കഴിച്ചു? പിന്നെ സാറിന് കംപ്ലൈന്റ് എന്താ? ബർത്ത്ഡേ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വൈഫിന്റെ പേരെഴുതണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ചെയ്തല്ലോ. എങ്ങനെ ചെയ്തു? അതിലെഴുതേണ്ട വാചകങ്ങളെ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നു. മൈ ഡിയർ മീന വിത്ത് ലവ്. ഓർമ്മയുണ്ടോ അത്? ഉണ്ട്. എന്റെ വൈഫിന്റെ പേരാണ് മീന കുമാരി. അത് എഴുതിയിരുന്നല്ലോ സാർ. മുട്ടുകേറ്റും ഞാൻ. സാറിനുള്ള കേക്കിൽ പേരെഴുതിയത് ഞാന്. ഓ, അത് ശരി. നമ്മളെ ഇതൊന്ന് വായിച്ചേട്ടെ. വായിക്ക്. കണ്ണ് തുറന്നങ്ങോട്ട് വായിക്ക്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ചിരിച്ചിട്ടില്ല. എന്റെ അമ്മോ, ഈ വർഷത്തെ ഏറ്റവും നല്ല വിറ്റായത്. ആ SIയുടെ കാര്യത്തിലെ എന്തായാലും ഒരു തീർപ്പുണ്ടാവും. വൈഫ് മീരാകുമാരി അല്ല മീനാകുമാരി. ആ പാവത്തിന് മിക്കവാറും എടുത്ത് കിണറ്റിലിട്ട് കാണും. എന്നാലും എന്റെ അരവിന്ദ് സാറേ, ഇത് കുറച്ച് കടന്നുപോയി. സാറിന്റെ മുഖത്ത് ഇപ്പൊ ഇത്രയും ചമ്മലാണെങ്കിലേ ആ SIയുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു എന്ന് പോലും എനിക്ക് ഓർക്കാൻ വയ്യ. ഒരബദ്ധം ആർക്കും പറ്റുന്നില്ല. സമ്മതിച്ചു. പക്ഷെ ഇത്രയും വലിയൊരു അബദ്ധം ആർക്കും പറ്റില്ല. ആ SI പാവമായത് ഭാഗ്യം അല്ലേ? ഇല്ലെങ്കിൽ സാർ ഇപ്പൊ ലോക്കപ്പിലായിരിക്കും കിടക്കുക. ഞാനത് മറച്ചു വെക്കാതെ നിങ്ങളോട് പറഞ്ഞില്ലേ, പിന്നെന്തിനാ കളിയാക്കുന്നേ? ഞാൻ കളിയാക്കുന്നില്ലേ, നിർത്തി. ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ ആചാരങ്ങൾ ഉണ്ടാവുമ്പോ നമുക്ക് കളിയാക്കാം അല്ലേ? മീരെന്തൊന്നും മിണ്ടാ നിൽക്കുന്നേ? അമ്മ മനസ്സിലിപ്പോ ചിരിക്കുകയായിരിക്കും അല്ലേ? ഇല്ല, എനിക്കിത് കേട്ടിട്ട് വലിയ ചിരിയൊന്നും വരുന്നില്ല. ഇതൊരു ഫലിതമൊന്നുമല്ല. ആവശ്യമില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. ഇനി ഇതുപോലൊന്നും ഉണ്ടാവരുത്. വാ, എന്നാ പോവല്ലേ? അല്ല അമ്മ എവിടെ പോവാ? പിന്നെ ഇവിടെ നിന്നാ പറ്റുമോ? വീട്ടിലെത്തണ്ടേ? മീരെന്തിനാ പെട്ടെന്ന് മൂഡ് ഓഫ് ആയത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് അത്ര വലിയ തമാശയായിട്ട് തോന്നിയില്ല. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കമ്മേ. ഇങ്ങനെ തൊട്ടാവാടി ആയാലോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. മനഃപൂർവ്വം ആയിരുന്നില്ല മീര. ഒരു കസ്റ്റമറെ പിണക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കോ? സംഭവിച്ചു പോയി. അത് നിങ്ങളോട് പറയണമെന്ന് വെച്ചു. അതിപ്പോ വലിയ കുഴപ്പമായോ? അമ്മയ്ക്ക് പിണക്കൊന്നുമില്ല അല്ലേ? ഇപ്പൊ ചൂണ്ടുവിരൽ ഉയർത്തി നീ അമ്മയോട് ദേഷ്യപ്പെട്ടില്ലേ? ഇതേ അമ്മയുടെ ചൂണ്ടുവിരൽ തുമ്പിൽ പിടിച്ച് പിച്ച വെച്ച നിന്റെ പാദങ്ങളെ മണ്ണിൽ ഉറച്ചത്. അമ്മ കാണിച്ചു തന്ന കാക്കയും പൂച്ചയും കാക്കത്തമ്പുരാട്ടിയും കണ്ട് ചൂണ്ടി പറഞ്ഞ നീ ഈ ലോകം എന്താണെന്നറിഞ്ഞത്. നിന്റെ ഈ ചൂണ്ടുവിരൽ പിടിച്ച് അമ്മ എഴുതിച്ച ഹരിശ്രീയിലൂടെയാ നീ എഴുതാനും വായിക്കാനും പഠിച്ചത്, ഈ വലിയ IT പ്രൊഫഷണൽ ആയത്. ഓരോ അമ്മയും ഓരോ പാഠപുസ്തകമാണ് നിഖിൽ. അതിലെ അക്ഷരങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചില ക്ലാസിക് പുസ്തകങ്ങൾ നമ്മൾ ഓരോ പ്രായത്തിലും വായിക്കുമ്പോൾ അവയ്ക്ക് ഓരോ മാനങ്ങൾ കണ്ടെത്താൻ കഴിയും. ഈ അമ്മ എന്ന് പറയുന്നതും അതുപോലെ തന്നെയാ. കുഞ്ഞായിരിക്കുമ്പോ നമ്മൾ കാണുന്ന അമ്മയായിരിക്കില്ല വളരുമ്പോ നമ്മൾ കാണുന്നത്. നമ്മുടെ യൗവനത്തിൽ അമ്മയ്ക്ക് മറ്റൊരു മുഖം കാണും. നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്ന പ്രായത്തിൽ അതേ അമ്മയെ മറ്റൊരു തലത്തിൽ കാണാൻ പറ്റും.
എല്ലാം കഴിഞ്ഞ് അമ്മ മരിച്ചു കഴിയുമ്പോഴാ നമ്മൾ കണ്ടതൊന്നും ആയിരുന്നില്ല നമ്മുടെ അമ്മയെന്ന് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് 2 കൈകൊണ്ടും എടുത്ത് കണ്ണുകളിൽ ഭക്തിയോടെ തൊട്ടതിന് ശേഷം വായിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് അമ്മ. വായിക്കും തോറും പുതിയ പുതിയ പൊരുളുകൾ കണ്ടെത്തുന്ന പാഠപുസ്തകം. ഞങ്ങളൊന്ന് പുറത്തുപോയി വന്നപ്പോ മുത്തശ്ശന്റെയും നിഖിലിന്റെയും വക ചോദ്യങ്ങളുണ്ടായി. എന്തിനാണ് അമ്മയും കൊണ്ട് പോയതെന്ന് രണ്ടാൾക്കും അറിയണ്ടേ? അമ്മയെ ഡോക്ടറെ കാണിക്കാനാണ് ഞാൻ കൊണ്ടുപോയത്. അതും കുറെ നിർബന്ധിച്ചതിന് ശേഷം. അമ്മയുടെ ഇടത്തെ കണ്ണിന് 2 ദിവസമായിട്ട് ഒരു വേദന. അതൊന്നും പറയില്ലല്ലോ. ഇടയ്ക്ക് കണ്ണ് തുടയ്ക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചിട്ടാ പറഞ്ഞത്. ഡോക്ടർ പ്രിയനായരെയാ കണ്ടത്. പരിശോധിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. എന്നാലും ഐ ഡ്രോപ്സ് തന്നു. കണ്ണിന്റെ കാര്യല്ലേ, സൂക്ഷിക്കണം. ഒരുപക്ഷെ നമുക്കാർക്കെങ്കിലും ആണ് കണ്ണിന് വേദനയെങ്കിലോ അമ്മ നമ്മുടെ പിന്നിൽ നിന്ന് മാറുമായിരുന്നോ? ഹലോ, ഒരു പ്രശ്നത്തിന് പരിഹാരം പറയാമോ? അയ്യോ, നമ്പർ മാറിയല്ലോ. പ്രശ്നപരിഹാരത്തിന് ഇത് ജോത്സരുടെ വീടല്ല. ഇങ്ങനെ കുറിക്കുള്ളുന്ന മറുപടി കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷെ ഇപ്പൊ സമയമില്ല. എന്താ പ്രശ്നമെന്ന് പറ. ഞാനേ 3-4 കാര്യങ്ങൾ പറയാം. അവയിൽ നിന്നും മീര ഒരെണ്ണം സെലക്ട് ചെയ്യണം. എങ്ങനെ? മാമ്പഴം, കണിക്കൊന്ന, കുങ്കുമം, നീലപ്പൊന്മാൻ, മുന്തിരിപ്പഴം. ഇവയിൽ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞ മീര ഏതെടുക്കും? എന്തൊക്കെയാ? മാമ്പഴം, കണിക്കൊന്ന, പിന്നെന്തൊക്കെയാ? കുങ്കുമം, നീലപ്പൊന്മാൻ, മുന്തിരിപ്പഴം. ഒന്ന് ആലോചിക്കട്ടെ, പറയാവേ. ആ, മുന്തിരിപ്പഴം ആയിക്കോട്ടെ. മുന്തിരിപ്പഴം, ഓക്കെ. ഇത്രയും വളഞ്ഞു ചുറ്റിയത് എന്തിനാണെന്ന് ഞാൻ പറയട്ടെ. എന്തിനാ? പറയ്. ഷർട്ടിന്റെ കളർ, അതിനല്ലേ? അതെങ്ങനെ മനസ്സിലായി? അതിനൊക്കെ ചില ടെക്നിക്സ് ഉണ്ട്. അപ്പൊ ശരി, മുന്തിരിപ്പഴം വെക്കട്ടെ. ആട്ടെ, മീരയുടെ കണ്ണിനെന്താ പ്രോബ്ലം? ചെറിയൊരു വേദന വന്നു. എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ? ഡോക്ടർ പ്രിയനായരുടെ അടുത്ത് കൊണ്ടുപോയി. ഇപ്പൊ എല്ലാം കുറവുണ്ട്. ആ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യാസ ഐ ഹോസ്പിറ്റലിന്റെ MD എന്റെ ഒരു ഫ്രണ്ടാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? എനിക്കിപ്പോ അങ്ങനെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. സാർ, നാളെയല്ലേ ചക്ക പായസം ഉണ്ടാക്കേണ്ടത്? ആ, അതെ. പക്ഷെ മീരയ്ക്ക് കണ്ണിന് സുഖമില്ലെങ്കിൽ വരണ്ട. അപ്പൊ പായസത്തിന്റെ ഓർഡർ ഏറ്റെടുത്തതോ? അതിലും വലുതല്ലേ കണ്ണിന്റെ കാര്യം. പോലീസുകാരുടെ പരിപാടിയാണെന്ന് മറക്കണ്ട. അവസാന നിമിഷം കാണാൻ ക്യാൻസൽ ചെയ്താലേ 2 പേർക്ക് നല്ല ഇടി കിട്ടും. ഞാൻ നാളെ എത്തിക്കോളാം. പറ്റൂ? വരാന്നേ. വാക്കു പറഞ്ഞ സ്ഥിതിക്ക് അത് പാലിച്ചിരിക്കും. ചക്കപ്പഴം എപ്പോഴത്തേക്കാ എത്തുക? ഇന്ന് കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയേ. ഒരേ പാകത്തിന് പഴുത്ത ചക്കപ്പഴം ആയിരിക്കണം, അല്ലെങ്കിൽ പല സമയം എടുക്കും വേവാൻ. അപ്പൊ രുചിയും കുറയും. ചക്കപ്പഴം കൊണ്ടുവരുമ്പോ മീരെ കാണിക്കാൻ പറയാം. ആ സോപ്പേ ഇപ്പൊ പതയില്ല മോനെ. പണ്ട് ലൈൻ അടിച്ചോണ്ടിരുന്ന സമയത്തെ നീ ബാർ സോപ്പും കൊണ്ട് വന്നാലും പതയുമായിരുന്നു. അന്തകാലമേ പോയാച്ച. ഞാൻ പഴയ ഉരുപ്പിടിയാണെന്ന് ചുരുക്കം. അങ്ങനെ ഞാൻ പറയത്തില്ല. ചുമ്മാ എഴുതപ്പുറം വായിക്കല്ലേ. നിന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ, ഡ്രസ് എടുക്ക്. എനിക്കൊന്നും വേണ്ട. എന്റെ അക്കൗണ്ടിലെ പൈസയോ? ഹലോ, യു ആർ മൈ ഹസ്ബൻഡ്. താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഉണ്ണാൻ ചോറും ഉടുക്കാൻ ചേലയും തേക്കാൻ എണ്ണയും കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ധർമ്മമാണ്. എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലടി. അതെന്താ? നിന്റെ ശമ്പളമൊക്കെ പിന്നെ എങ്ങോട്ട് പോയി? നീ ഇവിടെ ഒന്നും ചെലവാക്കുന്നില്ലല്ലോ. വീട്ടു ചെലവൊക്കെ മുത്തച്ഛനല്ലേ നോക്കുന്നത്. എനിക്ക് എന്റേതായ ചെലവുകളുണ്ട്. എന്ത് ചെലവുകൾ? അഭ്യാസം എടുക്കല്ലേ മോനെ. ഭാര്യ എന്ന നിലയ്ക്കുള്ള എന്റെ അവകാശം വെച്ച് നോക്കുമ്പോ ഞാൻ ഇതുവരെ നിഖിലിന്റെ ബാങ്ക് അക്കൗണ്ടിനെ പറ്റി ചോദിച്ചിട്ടില്ല, പാസ്ബുക്ക് പരിശോധിച്ചിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. അതങ്ങിപ്പോ പറഞ്ഞേക്കാം. നിഖിൽ ഇനി മുതൽ എല്ലാ മാസവും അമ്മയ്ക്ക് കൃത്യമായി ഒരു തുക കൊടുക്കണം. അമ്മ അങ്ങനെ ആവശ്യപ്പെട്ടോ?
അമ്മ അങ്ങനെ പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? പക്ഷെ കൊടുക്കാനുള്ള ചുമതല നിനക്കുണ്ട്. അമ്മയ്ക്ക് മുത്തശ്ശൻ പണം കൊടുക്കട്ടെ, പെൻഷൻ ഉണ്ടല്ലോ. വീട്ടാവശ്യങ്ങൾക്ക് ഇപ്പോഴും മുത്തശ്ശനാണല്ലോ പണം ചെലവാക്കുന്നത്. അതുപോരെ. ഈ മുത്തശ്ശന്റെ പെൻഷനും സമ്പാദ്യവും ഒക്കെ ആർക്കുള്ളതാ? നിനക്ക്. അത് എന്ന് കിട്ടാന്? ഇപ്പോഴത്തെ ആരോഗ്യം വെച്ച് നോക്കിയാലേ ഒരു 25 വർഷം കൂടി മുത്തശ്ശൻ സുഖമായിട്ട് പോകും. പിന്നെ ആ സമ്പാദ്യം കിട്ടിയിട്ട് എനിക്കെന്താ ഗുണം? എടാ ദ്രോഹി, ഇതാണോ നിന്റെ മനസ്സിലിരിപ്പ്? അദ്ദേഹം നിന്നെ മടിയിലിരുത്തി കൊഞ്ചിക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. അത്രയ്ക്കുണ്ട് നിന്നോട് വാത്സല്യം. കൊച്ചുമോന്റെ ഉള്ളിലിരിപ്പ് ഇങ്ങനെ. മുത്തശ്ശനോട് എനിക്ക് വലിയ സ്നേഹമൊക്കെ തന്നെയാ, കാര്യം പറഞ്ഞേ ഉള്ളൂ. ആ, ഒരു കാര്യം എന്നാ ഞാനും പറയുന്നു. നീ എനിക്കായി ഒരു പൈസയും തരുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അമ്മയ്ക്ക് നിഖിൽ എല്ലാ മാസവും നിശ്ചിതമായ ഒരു തുക കൊടുത്തിരിക്കണം. അത് കൊടുത്തേ പറ്റൂ. സമ്മതിച്ചല്ലോ? ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളത് നശിപ്പിച്ചു. ഓവർ കോൺഫിഡൻസ് പാടില്ല മനുഷ്യർക്ക്. അത്യാവശ്യം കുക്കിംഗ് അറിയാം മീരയ്ക്ക്, പക്ഷെ അതിന്റെ പേരിൽ അഹങ്കരിക്കരുത്. ഇതുപോലൊരു അനുഭവം ആദ്യമായിട്ട് എനിക്ക്. മീര സ്വീറ്റി പോലും ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് ലോകമഹാസംഭവമൊന്നുമല്ല. ഇത്രയ്ക്കങ്ങ് ആളാവാൻ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചടങ്ങാണ്. അവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു. അവര് കഴിക്കാൻ കാത്തിരുന്ന ചക്കപ്പായസം കൊടുക്കാൻ പറ്റാതെ. പായസം ഉണ്ടാക്കാനായി ഞാൻ ഇന്നലെ കൊടുത്തയച്ച ചക്കപ്പഴം എവിടെ പോയി? നീ പുഴുകി തിന്നോ? സോറി സർ. എനിക്ക് ഒരു വിശദീകരണവും കേൾക്കണ്ട. ഐ ഹേറ്റ് യു. നിന്ന് കരയാതെ ഇറങ്ങിപ്പോയേ. നിന്നെ കാണുമ്പോഴേ എനിക്ക് ഭ്രാന്തളക. ഇറങ്ങിപ്പോ. പറ സാറേ പറ. അയ്യോ സാറിന്റെ കാര്യം. അവളുടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. അടിച്ചു പിരിയട്ടെ. കള്ളക്കരച്ചില കണ്ടില്ലേ? കൊടുക്ക് 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 സാറേ. അയ്യോ സ്വപ്നമായിരുന്നു. വെറുതെ സന്തോഷിച്ചു. ആ സാരമില്ല. ഇപ്പൊ കണ്ട സ്വപ്നം നാളെ രാവിലെ എനിക്ക് രാജകിച്ചനില് കാണാം. ഐ ഹേറ്റ് യു എന്ന് അരവിന്ദ് സാറ് മീര ചേച്ചിയുടെ മുഖത്ത് നോക്കി പറയണം. ഓ, അതിനെനിക്ക് അവസരം ഉണ്ടാക്കി തരണേ എന്റെ ദൈവങ്ങളെ. നന്ദി ചക്കപ്പഴമേ, നന്ദി. നീ എന്റെ കയ്യിൽ ഒളിച്ചിരിക്കുമ്പോ നാളെ മീര ചേച്ചി ചക്കപ്പായസം ഉണ്ടാക്കാൻ പോകുന്നില്ല.